കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന പ്രാഥമിക നിഗമനം. കാറിനുള്ളിലെ വയറിംഗിനും ഇന്ധന ടാങ്കിനും ഒന്നും തന്നെ പ്രശ്നങ്ങളില്ല. ദിൽഷ തലൻ കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. ദിൽഷ, എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഹാഷ്മി, കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച അതിദാരുണമായിട്ടുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒരു ദുരൂഹത സംശയിക്കുകയാണ് അന്വേഷണ സംഘം. ഈ തീപിടിച്ചതിന് കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് ഈ കാറിനുള്ളിലെ വയറിങ്ങിനും ഇന്ധന ടാങ്കിനും മറ്റുമൊന്നും തന്നെ തകരാറുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മറ്റൊരു കുപ്പിയിൽ ഈ പെട്രോൾ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്നതും ഈ പരിശോധനയ്ക്ക് അകത്ത് വരും. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. കക്രമുക്ക് സ്വദേശിയായിട്ടുള്ള സോനയാണ് മരിച്ചത്. സോനയുടെ ഭർത്താവ് റിജിൻ ലാലിന് ഗുരുതരമായിട്ട് തന്നെ പൊള്ളലേറ്റിട്ടുമുണ്ട്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ വെച്ചിട്ടായിരുന്നു ഈ അപകടമുണ്ടായത്. അതായത് രാത്രി ഏകദേശം 9 മണിയോടെ ഇരുവരും ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 6 മാസം ഗർഭിണിയാണ് സോന. കാറിന്റെ മുൻവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ റിജിൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ഇതിനിടെ കാറ് പെട്ടെന്ന് ലോക്ക് ആവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ സോനയ്ക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. തുടർന്ന് വലിയ സ്ഫോടന ശബ്ദത്തോടെ ഈ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള നാട്ടുകാരുടെ എല്ലാം മൊഴി. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു കൂടുതൽ അന്വേഷണം എന്തായാലും പുരോഗമിക്കുകയാണ്. കാറിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ എല്ലാം തന്നെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിജുലാല് അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.